തിരുവനന്തപുരം പേരൂർക്കടയിൽ നമുക്കൊക്കെ അറിയാം, കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത സംഭവമായിരുന്നു. ഈ ദളിത് യുവതിയെ വ്യാജ മാലമോഷണ കുറ്റം ആരോപിച്ച് പോലീസ് ഈ ചോദ്യം ചെയ്ത ആ ഒരു സംഭവം 20 മണിക്കൂറോളം സ്റ്റേഷനിൽ ഇരുത്തിയ സംഭവമൊക്കെ. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ അല്പസമയത്തിനകം തന്നെ യുവതിയുടെ മൊഴിയെടുക്കും. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി KA വിദ്യാധരനാണ് ബിന്ദുവിന്റെ മൊഴിയെടുക്കുക. മനുഷ്യാവകാശ കമ്മീഷന് ഉത്തരവ് പ്രകാരമാണ് ജില്ലയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റി നിയോഗിച്ച അഭിഭാഷകയുടെ സാന്നിധ്യത്തിലായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്ത് നിന്ന് മീരയുണ്ട്. മീര, ഞാൻ പറഞ്ഞതുപോലെ കേരളം അത്രയധികം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഇത്. ഇപ്പോൾ ഈ മൊഴിയെടുപ്പ് കാര്യങ്ങൾക്കൊക്കെ എപ്പോഴാകും തുടക്കമാവുക? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ചർച്ച ചെയ്ത വാർത്ത തന്നെയായിരുന്നു ഇത്. എന്തായാലും ആ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ടിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്തുള്ള പത്തനംതിട്ട ഡിവൈഎസ്പി KA വിദ്യാധരനാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇവിടെ ബിന്ദുവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബിന്ദുവിനെ സമീപത്ത് നിന്ന് തന്നെയാണ്. ഇതുവരെ എന്തായാലും ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഈ ഉദ്യോഗസ്ഥർ നടന്നുവരികയും മറ്റു കാര്യം ഈ ഉദ്യോഗസ്ഥർക്കൊപ്പം ഒരു അഭിഭാഷക, വനിതാ അഭിഭാഷകർ ഉണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റേഷനിൽ 21 മണിക്കൂറോളം ഒരു മാനസികമായ പീഡനമേറ്റു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാത്തൊരു കുറ്റത്തിന് അത്തരത്തിലുള്ള സാഹചര്യമുള്ള കേസായതുകൊണ്ട് തന്നെ ഈ മൊഴി എടുക്കുമ്പോൾ ഉൾപ്പെടെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ സർക്കാർ നൽകിയിട്ടുള്ള വനിതാ അഭിഭാഷകയുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ ഒരു മൊഴി രേഖപ്പെടുത്തുക. ജൂലൈ 7-നകം ഈ ഒരു വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവ്. എന്തായാലും ഇന്നാണ് അതിനൊരു തുടക്കം. മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങൾ ആരംഭിക്കുന്നത്. ഈ അല്പസമയത്തിനകം തന്നെ ഉദ്യോഗസ്ഥരെത്തും. കേരളത്തിലുടനീളം ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു ഇത്. ഒരു ദളിതയെ 21 മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഒരു സ്റ്റേഷനിൽ തന്നെ പിടിച്ചു വെക്കുന്ന ഒരു സംഭവം. അത് ചെയ്യാത്തൊരു കുറ്റത്തിന് സമൂഹം ഒന്നടങ്കം ഞെട്ടിയതാണ്. മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തകൾ ഏറ്റെടുത്തതാണ്. നിരവധിയായ സംഘടനകളും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ടതാണ്. ആ സാഹചര്യത്തിലായിരുന്നു ഈ സ്റ്റേഷനിലെ SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി വന്നത്. ഏറ്റവും അവസാനം SHOയ്ക്കെതിരെ കൂടി ഒരു നടപടി ഉണ്ടാകുന്നു. എന്തായാലും തന്നെ ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തും, മൊഴി രേഖപ്പെടുത്തും. ശരി. തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരനാണ് വിവരങ്ങൾ നൽകിയത്.